ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഇരുന്ന് ചോദിക്കും, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ജീവിതത്തിൽ ഉഹദിനെക്കാളും വളരെ പ്രയാസമായ ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അവിടുന്ന് പറയും, അത് ത്വായിഫാണ്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മക്കത്ത് നിന്ന് അവിടുന്ന് വഫാത്തിന് ശേഷം അവിടുത്തെ ഹൃദയനായ അബൂ താലിബും മരണപ്പെട്ടു പോയി. അങ്ങനെ ആകെ ശത്രുക്കളുടെ വ്യസനം സഹിക്കവയ്യാതെ അവിടുന്ന് തായിഫിലേക്ക് യാത്ര പോവുകയാണ്. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹും ഹബീബായ തങ്ങളും കൂടി തായിഫിലേക്ക് യാത്ര തിരിക്കുകയാണ്. അന്ന് തായിഫ് മക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പട്ടണമായിരുന്നു. ഖുറൈശികളുടെ കൃഷിസ്ഥലവും അത് തായിഫായിരുന്നു. മക്കയിലുള്ളവർക്ക് അന്ന് തായിഫിൽ ഒരുപാട് തോട്ടങ്ങളും കൃഷിസ്ഥലങ്ങളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കുറെ അടിമകളെ വെച്ച് അവിടെ വലിയ സമ്പത്ത് ഉണ്ടാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യങ്ങൾ. സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളും കൂടി തായിഫിലേക്ക് അവിടുത്തെ പ്രമാണിമാരെടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അവർ പരിഹസിച്ചുകൊണ്ട് പറയും, നിങ്ങൾക്കാണോ പ്രവാചകത്വം തന്നത്? ഞങ്ങൾ ഈ നാട്ടിലെ പേര് കേട്ട ആൾക്കാരാണ്, ഞങ്ങൾക്ക് അല്ലാഹു തആല നൽകിയില്ലല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട്, നിങ്ങൾ അവിടുന്ന് മക്കത്തുനിന്ന് നിങ്ങൾ ആട്ടിപ്പായ്ച്ചതാണല്ലോ, ഇവിടെയും നിങ്ങൾക്ക് ഞങ്ങൾ അഭയം തരുകയില്ല, നിങ്ങൾ പുതിയ മതത്തിന്റെ ആൾക്കാരാണ്. അവിടുന്ന് ഇന്നക ലമജ്നൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുന്ന് ഭ്രാന്തൻ എന്ന് വിളിക്കുകയാണ്. കുട്ടികളെ കൊണ്ട് കല്ലുകൾ വാരി എറിയുകയാണ്, അവിടുത്തെ അടിമകളെ കൊണ്ട് കല്ലുകൾ വാരി എറിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിലേക്ക് വന്ന് പതിച്ച് അവിടുന്ന് രക്തങ്ങൾ വാർന്നൊലിക്കുകയാണ്. അവിടുന്ന് തടുക്കാൻ ശ്രമിച്ച സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനും എറികൾ കിട്ടി. തലയോട്ടികളിൽ നിന്നും രക്തങ്ങൾ വാർന്നൊലിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു തോട്ടത്തിലേക്ക് അവർ അഭയം പ്രാപിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അല്ലാഹുവേ, എൻ്റെ ശക്തിയുടെ ദൗർബല്യത്തെ, എൻ്റെ നിസാരവസ്ഥ ജനങ്ങളുടെ മുന്നിൽ നിനക്ക് അറിയാമല്ലോ, ഞാൻ ആവലാതിപ്പെടുത്തു. കാരുണ്യവാനിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനായ റബ്ബേ, നീ തന്നെയാണ് എൻ്റെ രക്ഷിതാവ്, ദുർബലരുടെ രക്ഷിതാവും നീ തന്നെയാണ് റബ്ബേ എന്ന് തുടങ്ങുന്ന വളരെ മഹത്വമേറിയ ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ ഈ ദുആ മാത്രം നമ്മൾ ഇതിനെക്കുറിച്ച് അർത്ഥം പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലിരുന്ന് ആ തോട്ടത്തിലിരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ മക്കക്കാരായ ഖുറൈശികളിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ശത്രുക്കളിൽപ്പെട്ട കേമരായ ഉത്ബയും ശൈബയും